നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. സങ്കീർത്തനം 119:71 വാക്യം. ലോകത്തിലുള്ള ഭൂരിപക്ഷം ജനങ്ങൾക്കും പ്രയാസം, ദുഃഖം, കഷ്ടത എന്നിവ വെറുപ്പേറിയതാകുന്നു. കഷ്ടതകൾ വരുമ്പോൾ അവർ നിരാശാഭരിതരായി ദൈവത്തോട് പിറുപിറുക്കുന്നു. മേൽ ഉദ്ധരിച്ച വാചകങ്ങൾ എഴുതിയ സങ്കീർത്തനക്കാരൻ ദാവീദ് പോലും ചഞ്ചലപ്പെട്ടുവല്ലോ. എന്നിട്ടും കഷ്ടത അനുഭവിച്ച ശേഷം തന്റെ നന്മയ്ക്കായിരുന്നു അത് നേരിട്ടതെന്ന് അവന് ബോധ്യപ്പെട്ടു. നമുക്കും കഷ്ടത പ്രയോജനപ്പെടുമെന്ന കാര്യം അനുഭവത്തിലൂടെ മനസ്സിലാകും. അതിനെ തെളിയിക്കുന്ന ചില വാക്യങ്ങൾ ഇവിടെ പറയട്ടെ. സങ്കീർത്തനം 119:67 മുതൽ 75 വരെയുള്ള വാക്യം. കഷ്ടതയിലാകുന്നതിന് മുൻപേ ഞാൻ തെറ്റിപ്പോയി. ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. സങ്കീർത്തനം 34:19-20 വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയുമില്ല. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 32-33 വാക്യങ്ങൾ. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുപോകും. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനവും ഫലവും ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. മനുഷ്യർ ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കുമ്പോൾ തന്നെ അവർ അവനെ മറന്ന് അവനിൽ നിന്ന് അകന്നു പോകുന്നു. എന്നാൽ ദൈവം കഷ്ടത വഴിയായി അവരെ തന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു. ഒരിക്കൽ ഞാനൊരു മലയിൽ നിന്നിറങ്ങി അവിടെ കണ്ട ഒരു വീടിന്റെ വാതുക്കൽ ഇരുന്നു. അപ്പോൾ ഉണ്ടായ ഒരു കൊടുങ്കാറ്റ് ഒരു ചെറിയ പക്ഷിയെ അവിടെ അടിച്ചു കൊണ്ടുവന്നു. എതിർഭാഗത്തു നിന്ന് അതിനെ പിടിക്കുവാൻ ഒരു പരന്തും വന്നെത്തി. ഇരുവശത്തും അപായം കണ്ട ഉടനെ ആ പക്ഷി എന്റെ മടിയിൽ പറന്നു വന്നു വീണു. ഈ പക്ഷി ഒരിക്കലും മനുഷ്യരോട് ഇണങ്ങുന്ന ഒരു പക്ഷിയല്ല. എന്നിട്ടും തനിക്ക് നേരിട്ട കഷ്ടത ഓർത്ത് അതെന്റെ മടിയിൽ തന്നെ അഭയം പ്രാപിച്ചിരുന്നു. അതുപോലെ കഷ്ടതയാകുന്ന കൊടുങ്കാറ്റ് നമ്മെ ഞെരുക്കുമ്പോൾ ദൈവത്തിന്റെ മാർവിൽ നമുക്ക് അഭയം തേടുന്നതിന് ഇട നൽകുന്നു. മാത്രമല്ല, കഷ്ടതകളാൽ അവർക്ക് ഏറ്റവും സഹായകരമായി തീർന്നു എന്ന് പിന്നീട് അവർക്ക് മനസ്സിലാകും. ഞാൻ കറാച്ചിയിൽ വെച്ച് സമുദ്രത്തിൽ ഇറങ്ങി കുളിക്കുകയുണ്ടായി. ഞാൻ അറിയാതെ തന്നെ കടലിൽ അല്പം ദൂരത്തായിപ്പോയി. അപ്പോൾ ഒരു വലിയ തിര ഒരു മതില് പോലെ എന്റെ നേരെ പൊങ്ങി വരുന്നത് ഞാൻ കണ്ടു. മുങ്ങിപ്പോകുമെന്ന് ഭയന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കരയിലെത്താതെ ഞാൻ മുങ്ങിച്ചത്തു പോകുമെന്ന് അന്താളിച്ചെങ്കിലും ആ തിര എന്നെ നശിപ്പിക്കുന്നതിന് പകരം എന്നെ കരയിലെത്തിക്കുകയായിരുന്നു. ഞാനൊരു പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വിധവ എന്റെ സമീപത്ത് വന്നു. അവർ വളരെ ദുഃഖിതയായിരുന്നു. അവരുടെ ഏക പൈതലിനെ ദൈവം എടുത്തു കളഞ്ഞു എന്നവൾ വ്യാകുലത്തോടുകൂടി പറഞ്ഞു. ഞാൻ അവളോട് ഈ ദൃഷ്ടാന്തം പറഞ്ഞു. ഞാൻ എന്റെ യാത്രയിൽ ഒരു ദിവസം ഒരു ഇടയനെ കണ്ടു. അവൻ തന്റെ ആടുകളെയും മാടുകളെയും നദിക്കക്കരെയുള്ള കാട്ടിൽ കൊണ്ടുപോയി തീറ്റ കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് നദി കടത്തിക്കൊണ്ടുവരിക പതിവായിരുന്നു. ആ ദിവസം പതിവ് പോലെ അവൻ ആടുമാടുകളെ നദിക്കിക്കരെ കടത്തുമ്പോൾ ഒരു പശുവും കിടാവും നദി കടപ്പാൻ മനസ്സില്ലാതെ അക്കരെ തന്നെ നിന്നു.
രാത്രിയിൽ വല്ല കാട്ടുമൃഗങ്ങളും അതിനെ ഭക്ഷിക്കുമോ എന്ന് ഭയന്ന് ഉടമസ്ഥൻ അതിനെ അടിച്ച് നദിക്കക്കരെ കടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഫലമൊന്നും കാണായികയാൽ അതിനെ ഇണക്കി അക്കരെ കൊണ്ടുപോകാമെന്ന് കരുതി നല്ല പച്ചപ്പുല്ലും മറ്റും കാണിച്ച് അതിനെ ആകർഷിപ്പാൻ ശ്രമിച്ചു. പക്ഷേ അതൊട്ടും ഫലിച്ചില്ല. നീ ആ കിടാവിനെ എടുത്ത് അക്കരെ കൊണ്ടുപോക, തള്ള കൂടെ വരുമെന്ന് ഞാൻ ആ ഇടയനോട് പറഞ്ഞു. അപ്രകാരം ആ ഇടയൻ ആ കിടാവിനെ എടുത്ത് അക്കരെ കടത്തി തിരികെ വന്നപ്പോൾ തള്ളയും അക്കരെ കടക്കുവാൻ വേണ്ടി വള്ളത്തിൽ കയറി. ഇതുപോലെ തന്നെ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ മനസ്സില്ലാതെ ഇരിക്കുമ്പോൾ നാം സ്നേഹിക്കുന്നവരെ അവൻ നമ്മിൽ നിന്ന് പിരിച്ച് തന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. അത് നിമിത്തം നാം സ്നേഹിക്കുന്നവർ പോയിരിക്കുന്ന ആ മേൽലോകത്തിൽ നാമും ചെന്നെത്തുവാൻ മനസ്സുവെച്ച് അവിടെ ചെന്നു ചേരുവാൻ ശ്രമിക്കുന്നതിന് നാം പ്രേരിപ്പിക്കപ്പെടുന്നു. ഞാൻ ഒരിക്കൽ ഒരു യുവാവിനോട് അവൻ ദൈവത്തിനായി എന്ത് ജോലി ചെയ്തു വരുന്നു എന്ന് ചോദിച്ചു. അതിന് അവന്റെ മറുപടി, ഞാൻ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? അവൻ നിനക്ക് വേണ്ടി തന്റെ രക്തം ചിന്തിയില്ലേ, ജീവൻ വെച്ചില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതെ, എന്നാൽ എനിക്ക് വേണ്ടി മാത്രമാണോ? അനേക പേർക്ക് വേണ്ടിയല്ലേ അവൻ ഈ ലോകത്തിൽ കടന്നു വന്ന് ജീവൻ ബലിയർപ്പിച്ചത്? അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി ജോലി ചെയ്യണമെന്നുണ്ടോ എന്നവൻ ചോദിച്ച് എന്റെ മുമ്പിൽ തർക്കിക്കുവാൻ തുടങ്ങി. കുറെ കാലം കഴിഞ്ഞു അവൻ കഠിന രോഗബാധിതനായി മരണത്തിന്റെ വക്കിലെത്തി. അപ്പോൾ അവനൊരു ദർശനം കണ്ടു. അവൻ കിടന്നിരുന്ന മുറിയുടെ ഭിത്തികൾ മുഴുവൻ പലതരത്തിലുള്ള ചിത്രങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നത് കണ്ടു. അവ ഓരോന്നും അവന്റെ ജീവിതത്തിലെ ഓരോ സംഭവത്തെക്കുറിച്ചുള്ള പടങ്ങളായിരുന്നു. ആ പടങ്ങളിൽ ഒന്നിൽ അവൻ ശിശുവായിരുന്നപ്പോൾ വീടിന്റെ മേൽത്തട്ടിൽ കളിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് കാൽ വഴുതി വീണു. പക്ഷേ ആ വീഴ്ചയിൽ ഒരാൾ അവനെ താങ്ങിപ്പിടിച്ച് സുരക്ഷിത സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. ആ ആളിന്റെ കയ്യിൽ ആണിപ്പാടുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു പടത്തിൽ ഒരു കുന്ന്. അവൻ കുന്നിൽ മുകളിൽ കയറി. പക്ഷേ അവൻ അടിതെറ്റി താഴെ വീണു. മരണമടഞ്ഞു എന്ന് വിചാരിച്ചെങ്കിലും ഒരാൾ അവനെ താങ്ങിയെടുത്തു. ആ ആളിന്റെ കയ്യിലും ആണിപ്പാടുകൾ ഉണ്ടായിരുന്നു. വേറൊരു ചിത്രത്തിൽ അവനൊരു പാമ്പിനെ ചവിട്ടുന്നു. ആ പാമ്പ് അവനെ കടിക്കാതെ വണ്ണം അതിന്റെ കഴുത്തിൽ ബലമായി പിടിച്ചുകൊണ്ടിരുന്നു. ആ കൈകളിലും ആണിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഒരു പടത്തിൽ അവൻ മുറിയിൽ കയറി മുറിയടച്ച് ഭദ്രമാക്കിയ ശേഷം പാപം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരാൾ തന്റെ കൈകളിലെ മുറിവുകൾ കാണിച്ചുകൊണ്ട് മകനെ പാപം ചെയ്യരുത് എന്ന് പറയുന്നു. ഈ ചിത്രങ്ങൾ ഓരോന്നോരോന്നായി അവൻ കണ്ടു. ഞാൻ ഇതെല്ലാം നിനക്ക് വേണ്ടി ചെയ്തു, എങ്കിലും നീയോ നിനക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പരാതിപ്പെട്ടുകൊണ്ടേയിരുന്നു. നീ ഇപ്പോൾ മരിക്കേണ്ടവനാണ്. മരിച്ചാൽ നിത്യനരകം തന്നെയാണ് നിനക്ക് അനുഭവമാകുക. എന്നാൽ ഈ പ്രാവശ്യവും ഞാൻ നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കും. ദൈവം നിനക്ക് വേണ്ടി ചെയ്ത ഈ വക വൻകാര്യങ്ങളെയെല്ലാം നീ മറ്റുള്ളവരോട് പോയി പറയുക എന്ന് യേശു പറയുന്നതായി അവൻ അനുഭവപ്പെട്ടു. സുഖം പ്രാപിച്ച ശേഷം അവനൊരു ദൈവവേലക്കാരനായി തീർന്നു. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ എന്റെ അറിവില്ലായ്മയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴൊക്കെയും ഞാനും എന്റെ മാതാപിതാക്കളും അവ എങ്ങനെയോ സംഭവിച്ചു എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. എന്നാൽ ഇപ്പോഴോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ക്രിസ്തുവേശു തന്നെ ഓരോ നാളും എന്റെ കൂടെ ഇരുന്ന് ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെയും എന്നെ രക്ഷിക്കുന്നു എന്ന് വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം തനിക്ക് ചെയ്ത നിരവധി ഉപകാരങ്ങളെപ്പറ്റി അറിവാനും ദൈവത്തിനായി വേല ചെയ്യുവാനും അവന് പിടിപെട്ട ഭയങ്കര രോഗം ഒരു കാരണമായി തീർന്നു. ഇപ്രകാരം ദുഃഖവും കഷ്ടപ്പാടുകളും നാം ദൈവത്തോട് അടുക്കുന്നതിനും ദൈവവേല ചെയ്യുന്നതിനും നമുക്ക് പ്രയോജനപ്പെടുന്ന മുഖാന്തിരങ്ങളാണ്. അനേകം പേർ കഷ്ടതയും രോഗവും പാപവും ചെയ്തതിനുള്ള ശിക്ഷയാണെന്ന് വിചാരിക്കുന്നു. ഉത്തമന്മാരായി ജീവിക്കുന്ന ദൈവമക്കൾ തന്നെയും കഷ്ടതകൾ വരുമ്പോൾ ഇടറിപ്പോകാറുണ്ട്. എന്നാൽ കഷ്ടതകൾ ക്ഷമയോടെ സഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവ ശുശ്രൂഷയാണെന്നുള്ളതിന് സംശയമില്ല. ദൃഷ്ടാന്തമായി ഒരു നല്ല പ്രസംഗകന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ അല്പം ഇളക്കമുണ്ടാകാം. ഒരു കുഷ്ഠരോഗിയെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം കൂടുതൽ ഹൃദയസ്പർശിയുമാണ്.
ദൈവം നമുക്ക് ഈ രോഗം വരുത്താത്തതിൽ ദൈവത്തോട് നന്ദിയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുവാനുള്ള പ്രേരണയും നമുക്കുണ്ടാകുന്നു. ദരിദ്രനായ ലാസറിന്റെ സ്ഥിതി നോക്കുക. അവൻ ശരീരം മുഴുവൻ വ്രണം കൊണ്ട് നിറഞ്ഞവനായിരുന്നു. അത് അവന്റെ പാപത്തിന്റെ ഫലമാണെന്ന് യേശു പറഞ്ഞിട്ടില്ല. മാത്രമല്ല, സ്വർഗത്തിൽ അബ്രഹാമിന്റെ മടിയിൽ ഇരിപ്പാൻ അവന് വലിയ ഭാഗ്യം ലഭിച്ചു. അവന്റെ വ്രണങ്ങളും അവൻ സഹിച്ച കഷ്ടതകളും അവൻ അനേകരോട് ചെയ്ത പ്രസംഗമായിരുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവന്റെ കഷ്ടതകൾ കാരണമായി. എന്നാൽ ചിലർ ദൈവ മഹത്വത്തിന് വേണ്ടി നിർദോഷികളെ കഷ്ടപ്പെടുത്തുന്നത് ന്യായമോ എന്ന് ചോദിച്ചേക്കാം. കുറെ കാലത്ത് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾക്ക് ശേഷം ദൈവം അവനെ അധികമായി ആശീർവദിച്ച ആ നിത്യതയിൽ എന്നും ജീവിക്കുവാൻ, സന്തോഷത്തോടെ ദൈവവുമായിട്ട് കഴിയുവാനുള്ള അവന്റെ മേൽ പകരുന്ന ദൈവത്തിന്റെ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തു പറയുന്നു, ഞാൻ കുരിശു വഹിച്ചു, നീയും കുരിശു വഹിച്ചു, ഞാനിപ്പോൾ ഭരിക്കുന്നു, നീയും എന്നോടുകൂടി ഭരിക്കുക. ദൈവമക്കൾക്ക് വരുന്ന കഷ്ടതയും ഉപദ്രവവും ദൈവമഹത്വത്തിന് കാരണമായി തീരുന്നു. വിശുദ്ധ പൗലോസ് പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇയ്യോബ് ഇപ്രകാരം ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുതെന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളംകാൽ മുതൽ നെറുകൈ വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ആകയാൽ നാം നമ്മുടെ സുഖദുഃഖങ്ങളിൽ ദൈവഹിതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവ മഹത്വത്തിനായി ജീവിക്കേണ്ടവരാകുന്നു. ഇഹലോകത്തിൽ നമ്മുടെ ഇഷ്ടം ദൈവത്തോട് അനുരൂപപ്പെടുന്ന പക്ഷം മറുലോകത്തിൽ നാം വലിയ ഭാഗ്യമുള്ളവരായി മാറുന്നു. നാം ദൈവത്തോട് കൂടെ ഇരിക്കുകയും ചെയ്യും. അതിനാൽ ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നടന്നാ മതി എന്നുള്ള ഒരു നിശ്ചയദാർഢ്യവും അതിനുള്ളൊരു പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായാൽ അതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രാർത്ഥന.